അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുട്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. മതി. ഇത് പറഞ്ഞിരിക്കുന്നത് അവിശ്വാസികളായ വ്യക്തികളോടാണോ ഇത് പറഞ്ഞിരിക്കുന്നത്? അവിശ്വാസികളായ വ്യക്തികളോടാണോ ഇത് പറഞ്ഞിരിക്കുന്നത്? ഇത് ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ആലോചിച്ച് നോക്കി. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തെ ആരാധിക്കുന്ന ദൈവങ്ങളോട് പറയാ, നോക്കി, കർത്താവേ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ഈ വചനത്തിന്റെ പവർ എത്രത്തോളം മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ദൈവം തന്റെ ഓമന പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. അതുമുഖാന്തരം നാം എന്തായി തീർന്നു? വെളിച്ചം എന്ന പരിചയക്ക് യോഗ്യരായി തീർന്നു. നാം ചെയ്യേണ്ടത് ഇരുളിലേക്ക് കടന്നു പോകുന്ന ചിന്തകൾ കടന്നു വരുമ്പോൾ വെളിച്ചം എന്ന പരിചയം വെച്ച് തടയേണ്ടതിന് പകരം അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന പിശാചിന്റെ ചിന്തകൾ കടന്നു വരുമ്പോൾ ആ പരിചയക്ക് കൂട്ടുനിന്ന് വെളിച്ചത്തെ തള്ളി നീക്കുന്ന ഒരു അനുഭവമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ഒരു കൂട്ടം ആളുകൾ അങ്ങനെ ചെയ്തുകൊണ്ടാണല്ലോ റോമർക്ക് ലേഖനത്തിൽ പൗലോസ് വ്യക്തമായി എഴുതിയിരിക്കുന്നത്. നമ്മുടെ വായിച്ച വചനത്തിന്റെ 18ാമത്തെ വാക്യം, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്ക് നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. നോക്കിയേ, സത്യം അറിഞ്ഞു, ഇനി അസത്യം എന്താണെന്ന് വെളിപ്പെട്ടു. ഇത് മനസ്സിലായിട്ട് ഈ അനീതി കടന്നു വരുന്ന ദുഷ്ടന്റെ സകല ചിന്തകൾക്കും നാം കൂട്ടുനിൽക്കുന്ന ഒരു അനുഭവമാണോ കാണുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. നമ്മൾ ഈ ഭൂമിയിലൊക്കെ എത്ര നാള് ജീവിക്കും ദൈവമക്കളെ? എത്ര നാള് ജീവിക്കും? നമുക്ക് ദൈവം ഒരു അവസരം തന്നിട്ട് അത് വേണ്ടതുപോലെ ദൈവത്തിന് കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിലോ 6 ദിവസം നമുക്ക് പൂർണ്ണ അധികാരം തന്നിട്ടില്ലേ? 6 ദിവസം ഒന്നിനും ഒരു കുറവിടാതെ വേണം. അന്ന് കൂട്ടായ്മയ്ക്ക് കടന്നു വരാൻ നമുക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അന്ന് കടന്നു വരാൻ പറ്റാത്ത പല ആളുകളും ഉണ്ട്. പക്ഷെ 7ാം ദിവസമോ 6 ദിവസം വേറെ 7ാം ദിവസം സ്വസ്ഥമായി ദൈവത്തെ ആരാധിക്കേണ്ടതിന് അതും കൂടെ എടുത്ത് നേരം കളയുന്ന എത്ര അനുഭവങ്ങളുണ്ട്. ഇത് എന്തിനാണ് ഈ കൂട്ടം നിന്നത്? പിശാചിന്റെ ചിന്തകൾക്കാണോ കൂട്ടം നിന്നത്? ആണോ? അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും. അഭക്തി എന്ന് പറയുന്നത് നിസ്സാരമായി കാണല്ലേ. ഞാൻ കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷകൻ ആദ്യമായി സ്വീകരിച്ച് കർത്താവിന്റെ പൈതലായി തീർന്ന് കർത്താവിന്റെ ക്രൂശീകരണത്തിൽ പങ്കാളിയായി തീർന്നിട്ട് അഭക്തിക്ക് കൂട്ടു നിൽക്കുന്നുണ്ട്. അഭക്തിക്ക് കൂട്ടു നിന്നിട്ട് പിന്നെന്താ പറഞ്ഞേ? അനീതിക്ക് നേരെ ദൈവത്തിന്റെ കോപം. ആ അഭക്തിക്ക് കൂട്ടു നിന്നിട്ട് അനീതിയല്ലേ പ്രവർത്തിക്കുന്നത്? ഭക്തിയാണെങ്കിൽ നമുക്ക് എങ്ങനെ കടന്നു വരും? ഭക്തിയാണെങ്കിൽ, ദൈവത്തോടുള്ള ഭക്തിയാണെങ്കിൽ എങ്ങനെ കടന്നു വരും? നമ്മളെന്ത് ഒരിക്കലും ഇരുളിലും കൂട്ടു നിൽക്കില്ല. ആത്മീയമായി വളരണം എന്നുള്ള ചിന്തയായിരിക്കും കടന്നു വരുന്നത്. പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം. ഇപ്പൊ പാട്ട് പാടാൻ ഒരു പാട്ടൊക്കെ പാടാനൊക്കെ തോന്നും. നമ്മുടെ വാഹനത്തിലൊക്കെ കേൾക്കുന്ന പാട്ടുകളെല്ലാം എന്തുള്ള പാട്ടുകളായിരിക്കും? ആത്മീയമായി വളരുവാനുള്ള പാട്ടുകളായിരിക്കും. മെസ്സേജുകളെല്ലാം കേൾക്കുന്നതെല്ലാം ആത്മീയമായി വളരുവാനുള്ള മെസ്സേജുകൾ കേൾക്കും. അപ്പൊ ഈ പറഞ്ഞ ദുഷ്ടന്റെ ചിന്തകൾക്ക് ഒരിക്കലും നമുക്ക് അനുകൂലമായി നിൽക്കാൻ കഴിയില്ല. അതിനെ നാം എതിർത്ത് നിൽക്കും. എന്നിട്ട് വെളിച്ചത്തിന് വേണ്ടി നിലനിൽക്കുവാൻ വേണ്ടി നാം പ്രാപ്തരായി തീരും. അതല്ലാന്നുണ്ടെങ്കിൽ ചില ട്യൂണുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആ ട്യൂണൊക്കെ ഇഷ്ടപ്പെട്ടു പോകും. ചില ഫോണൊക്കെ ബെല്ലടിക്കുമ്പോൾ കേട്ടിട്ടില്ല, ചില പാട്ട് കേട്ടിട്ടില്ലേ? ആ പാട്ടെല്ലാം എവിടെന്നോ വരുന്നതെന്നൊക്കെ ചിന്തിച്ചോളണം. അത് ആരെഴുതാ? പാട്ടൊക്കെ പാടുമ്പോ, നമ്മളെ പാട്ടൊക്കെ എടുത്ത് പാടുമ്പോ ഇന്ന് ഭക്തിഗാനം വരെ ഓരോ ട്യൂണിലൊക്കെ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ പാടണം. ആ പാട്ട് പാടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത് ആരെഴുതിയതാണെന്ന്. അഭിഷക്തന്മാര് എഴുതിയ പാട്ടുകളൊക്കെ പാടുമ്പോൾ ആത്മാവിൽ ആരാധിക്കാനും കർത്താവിനെ മഹത്വപ്പെടുത്താനും സാധിക്കും. മുടി നീട്ടി വളർത്തി ഒരു സൈസ് മാലയും കട്ടിലേക്കിടക്ക് ഇട്ട് അവന്റെ ഇഷ്ടത്തിന് ഒരു ക്രിസ്തുവിനെ വെച്ച ഒരു പാട്ടൊക്കെ എഴുതിയാല് ആ പാട്ട് പാടാനൊന്നും ദൈവവേദന നമുക്ക് ഒരു യോഗ്യതയില്ല. നമുക്ക് ചേർന്നല്ല. ആ പാട്ട് എഴുതിയതിന്റെ പ്രകൃതിയൊക്കെ കണ്ടാലുണ്ടല്ലോ നമ്മൾ ഭയന്നു പോകും. അവന്റെ ചിന്തയ്ക്ക് ഒത്തവണ്ണമല്ല നമ്മൾ ദൈവമക്കളെ പാടുന്നത്. പരിശുദ്ധാത്മാവ് പഴയ വിശുദ്ധന്മാർക്ക് നമുക്ക് ലഭിച്ച, ഇപ്പൊ നമ്മൾ പുതിയ പാട്ടുകളെല്ലാം പാടുന്ന കണ്ടിട്ടുണ്ടോ? ഓരോ പുതിയ പാട്ടുകളെല്ലാം കടന്നു വരുന്നത്. ആ പുതിയ പാട്ടുകളെല്ലാം കടന്നു വരുമ്പോൾ അത് പരിശുദ്ധാത്മാവിന് ഹിതമാണോ എന്ന് മനസ്സിലാക്കി ദേവദാസന്മാർ നമുക്ക് ആ പാഠപുസ്തകത്തിലൂടെ കടത്തിക്കൊണ്ടുവരും. ആ പാട്ട് നമുക്ക് പാടാൻ നമുക്ക് യോഗ്യതയുണ്ട്. അതല്ലാതുള്ള പാട്ടുകളൊക്കെ പാടിയാൽ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടും. നമുക്കിതെല്ലാം മനസ്സിലാക്കാനും ചിന്തിക്കാനും എല്ലാം ദൈവം ബുദ്ധി തന്നിട്ടുണ്ട്. ആത്മീയ സകലത്തെയും വിവേചിക്കും. ഈ ആത്മീയനെ വിവേചിക്കാൻ
ജഡത്തിൽ ജീവിക്കുന്നതിന് അവകാശമുണ്ടോ? ജഡത്തിൽ ജീവിക്കുന്നതിന് അവകാശമില്ല. അതുകൊണ്ട് അനീതി കൊണ്ട് സത്യത്തിൽ തടുക്കുന്ന ചിന്തകൾ കടന്നു വരുമ്പോൾ പിശാചിനോട് പറഞ്ഞു, പോടാ പിശാചേ, ഞാൻ ദൈവത്തിന്റെ പൈതല, ഞാൻ വെളിച്ചമെന്ന പരിചയം ഉപയോഗിച്ച് അതിനെ തടുക്കും. അതിനെ തടുത്തില്ല എങ്കിൽ ഞാൻ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. എന്നാൽ ഇതിനെ വെളിച്ചമെന്ന പരിചയം ഉപയോഗിച്ച് തടുത്താണ് മുന്നോട്ട് പോകുമെങ്കിൽ ന്യായവിധിയുടെ മുമ്പിൽ ഹല്ലേലൂയ ഞാൻ യോഗ്യനാവും. ആ ന്യായവിധിയിൽ നിന്ന് ഞാൻ ഒഴിവായി തീരും. അത് കർത്താവേ യേശു ക്രിസ്തു മാത്രം ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ശ്രേഷ്ഠതയാണ്. ഇനി എന്താ